കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അത് സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെ. അപ്പം ഓരോ സമയത്തും ഓരോ മൂവ്മെന്റ് ഉണ്ടാവും. കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഒരു അൺറെസ്റ്റ് ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ. കാരണം ഒരു എംപ്ലോയ്മെന്റ് ഇഷ്യൂസ്, അതുപോലെ റൈസിങ് പ്രൈസസ്, പെട്രോൾ പ്രൈസസ്. അപ്പം ജനങ്ങൾ എവിടെ പോയി അവരുടെ പ്രൊട്ടസ്റ്റ് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ മൂവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള സംശയമില്ല. ഓക്കെ, ഇപ്പം MLA ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പുതുപ്പള്ളിയിൽ ഇനി വരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഒരു 3 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സാർ പറയുന്നത്? സ്പോർട്സ് സെന്റർ സെന്ററാക്കി പുതുപ്പള്ളിയെ മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ ആ സ്പോർട്സ് സെന്ററാക്കി മാറ്റുന്നതിന്റെ പല എഫേർട്സ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം അത് ഇപ്പൊ തന്നെ ഞാൻ 2 ഡിസ്കഷൻസ് ഞാൻ നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും ഒന്ന് ഷുവറാണ്, ഒരു ടർഫ് ഉടനെ തന്നെ പാമ്പാടി ഭാഗത്ത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തി തരും. പിന്നെ ഒരു സ്റ്റേഡിയം, 2 സ്റ്റേഡിയമാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഒന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഓൾമോസ്റ്റ് ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അടി കൂടി വന്നിരിക്കുക. ഓവറാണോ ചോദിച്ചാൽ ചിലർക്ക് പറയാം ഞാൻ ഓവറാണ്. പക്ഷെ ഓവറാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടാലല്ലേ, ഇപ്പൊ നമ്മള് സൂര്യനെ പറ്റി സ്വപ്നം കണ്ടാലേ ആകാശത്തോളം എത്തുള്ളൂ.